ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് എല്ലാവരും ഓണൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അമ്മി ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട്, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുത്തുതരാൻ വേണ്ടിയിട്ട് ആളില്ല, ഞാൻ തന്നെ വീഡിയോസൊക്കെ എടുക്കണം. എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു. പൂക്കളം മാത്രമാണ് ഞാൻ വിചാരിച്ച പോലെ സെറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. എല്ലാ കളേഴ്സ് പൂക്കളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഞാൻ 2 ദിവസം മുന്നേ തന്നെ പൂക്കളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡിസൈൻ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിൽ പൂക്കളെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു രീതിയിലേക്ക് ആക്കിയെടുത്തു. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ വയലിൽ പോയി, പുഴയുടെ അടുത്ത് പോയി, അങ്ങോട്ടൊക്കെ നമ്മൾ പോകാറേ ഇല്ലായിരുന്നു. അങ്ങോട്ടൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ച് വൈബായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ ഓണാഘോഷം എന്തായാലും കമൻറ്റ് ചെയ്യുക. തിരുവോണം കഴിഞ്ഞിന്ന് മകമാണ്, മകത്തിൻ്റെ പൂക്കൾ ഇടുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ഈ ഒരു ഭാഗത്ത് മകത്തിന് പൂക്കളിടും, അതായത് ഒരു ഇലയാണ് കേട്ടോ ഇടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഫോണിങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കൈവേദന. എനിക്ക് മുന്നേ ഇങ്ങനെ കൈവേദന ഉണ്ടായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ സംഭവം ശരി തന്നെയായിരുന്നു, വൈറ്റമിൻ ഡി നല്ല കുറവായിരുന്നു. അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ച് കുറഞ്ഞതാണ്. വീണ്ടും ഉണ്ട് കൈവേദന തുടങ്ങുന്നത്. അപ്പോൾ വേഗം പൂക്കൾ ഇട്ടിട്ട് വരാം കേട്ടോ. ഈ ഇലയാണ് നമ്മൾ ഓണം കഴിഞ്ഞാൽ മകത്തിന് ഇടുന്ന ഇല. ഇത് ഇഷ്ടംപോലെ നമ്മുടെ ഇങ്ങനെ ചെറിയ ചെറിയ കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ബാക്ക് വശത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ മകത്തിനിടുന്നത്. ചേടിപ്പൂന്നോ അങ്ങനെ എന്തോ ആട്ടോ അതിൻ്റെ പേര്. അങ്ങനെ അമ്മയൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇടേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് പൂക്കളും വേണമെങ്കിൽ ഇടാം. ഓണത്തിന് വെക്കുന്ന പോലെ തന്നെ ചുറ്റും പൂക്കളൊക്കെ ഇടാവുന്നതാണ്. അമ്മിത ഈ ഒരു ഭാഗത്ത് വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടോ. ഇവിടെ ആകുമ്പോൾ വെയിലടിക്കും. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്കിത് പേപ്പറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം വിത്ത് പാകാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇൻട്രോ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തൊക്കെയോ പറഞ്ഞത് വിട്ടുപോയതാണ്. നമുക്ക് തിരുവോണ ദിനത്തിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം തിരുവോണ ദിനത്തിൽ തന്നെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ദിവസം, നല്ലൊരു കാര്യം തന്നെ നടന്നു. അപ്പോൾ ആ ഒരു സന്തോഷം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനിയും തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നെനിക്ക് കുറച്ചധികം തന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, കാരണം അമ്മേന്ന് രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടുവച്ച് ഓരോന്നായിട്ട് കഴുകി എടുക്കുവാണ്. ഇനി നമുക്ക് ചോറ് വെക്കണം. കറികളൊന്നും വെക്കേണ്ട, കറികളൊക്കെ ഇന്നലത്തേതുണ്ട്, അതൊക്കെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ആ ഒരു സമയം തട്ടിയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. എനിക്ക് എപ്പോഴും തട്ടി നല്ല നീറ്റിൽ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തട്ടിയൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് എപ്പോഴും അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, കറികളൊക്കെ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി ചിക്കൻ കറി, മാങ്ങ അച്ചാറ്, പിന്നെ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ സൈഡായിട്ട് തൈരും എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം നമുക്കൊരു ഹെയർ പാക്ക് റെഡിയാക്കാനുണ്ട്. തലയിൽ നല്ല താരനുണ്ട്. അപ്പോൾ താരം പോകാനുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊന്നിന് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാതെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒച്ചയാക്കുന്നത്. എപ്പോഴും അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി, വെറുതെ കിടന്നതാണ്. പക്ഷെ നല്ല ഉറക്കമായിരുന്നു. ഇപ്പം 5 മണി ആവാനായിട്ടുണ്ട് വൈകുന്നേരം. ഇനി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആര്യവേപ്പ് വേണം. ആര്യവേപ്പ് മേലെയാണ് കേട്ടോ, കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കി നമുക്ക് ഓരോന്നും പറമ്പിൽ ഇറങ്ങിയിട്ട് പറിച്ചെടുക്കാം. ചെമ്പരത്തിയുടെ ഇലയാണ്, അതായത് താളിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് കുറച്ചധികം തന്നെ വേണം. ഇനി നമുക്ക് വേണ്ടത് തുളസിയാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ കമ്പുകളായിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇല മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആര്യവേപ്പ് വേണം. അത് മേലെയാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ട് അത് പറിക്കാൻ എത്തില്ല. അമ്മ ഉണ്ടെങ്കിൽ പറിച്ച് തന്നേനെ. അപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പം ആര്യവേപ്പും കൂടി ചേർക്കാൻ പറ്റുവാണെങ്കിൽ ചേർക്കുക. അതുപോലെ ചെമ്പരത്തിയുടെ പൂവും കൂടെ ചേർക്കാൻ പറ്റുവാണെങ്കിൽ ചേർക്കുക കേട്ടോ. അതും നല്ല എഫക്റ്റീവാണ്.
ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. അപ്പോൾ കുഞ്ഞുള്ളി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത തുളസിയും ചെമ്പരത്തിയുടെ ഇലയുമാണ് കേട്ടോ. ഇനി നല്ല പേസ്റ്റ് പോലെ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നോക്കുക എത്രത്തോളം വെള്ളം വേണമെന്ന്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ബൗളിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളെ പറ്റി തന്നെ ആദ്യം പറഞ്ഞുതരാം. തലയിലെ താരം മാറും, തലയിലുള്ള ചൊറിച്ചൽ, അതായത് വേർപ്പൊക്കെ താണിട്ടുള്ള ചൊറിച്ചൽ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരും, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് താരനും തലയിലുള്ള ചൊറിച്ചലും മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ കെട്ടൊന്നും പാടില്ല, ജടയൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതോ ആവട്ടെ, ആ ഒരു ഓയിൽ 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 5 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 20-25 മിനിറ്റിന് ശേഷം കഴുകി കളയാം. ഞാനൊക്കെ ഒരു 40-45 മിനിറ്റ് ഒക്കെ വെക്കാറുണ്ട്. തണുപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അധിക സമയം വെക്കണ്ട, അല്ലാത്തവർക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാളെ ഒരു ഫംഗ്ഷനോ കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിയുടെയും ആ ഒരു ഇലയുടെയും ഒക്കെ പൊടി നമ്മുടെ തലയിലുണ്ടാവും. എത്ര തവണ കുളിച്ചാലും ആ ഒരു പൊടി പോവില്ല, വൃത്തിയാവുകയും ചെയ്യില്ല. അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അതായത് നാളെ ഇപ്പോൾ ലീവോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറ്റന്നാളാകുമ്പോഴത്തേക്കും അതിൻ്റെ പൊടിയൊക്കെ പോയിക്കോളും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ നാളെയും മറ്റന്നാളൊന്നും എവിടെയും പോകാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളിയുടെ മണം നമ്മുടെ തലയിലും ഉണ്ടാവും. ഉള്ളി മാത്രം അരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെരിഞ്ഞിട്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇലകളും കൂടി അതിലേക്ക് ചേർക്കുന്നത്. ഉള്ളി ഒരിക്കലും അതിൽ നിന്ന് മിസ്സാക്കരുത്. കുഞ്ഞുള്ളി എന്തായാലും ചേർക്കണം ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ്. നമുക്കിത് തേച്ച് കൊടുക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇന്നലെ ഇട്ട പൂക്കളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. 3-ാം ഓണത്തിനൊന്ന് വൈകുന്നേരമാണ് നമ്മൾ പൂക്കൾ വാരി കളയുള്ളൂ. മുറ്റത്തെ പൂക്കൾ പിറ്റേന്ന് തന്നെ വാരും, എന്നിട്ടാണ് അകത്തിന്റെ പൂക്കൾ ഇടുന്നത്. അകത്തും വരയത്തൊക്കെ ഇട്ടത് നമ്മൾ 3-ാം ഓണത്തിന് അന്നാണ് വാരി കളയുന്നത്. വീട്ടിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ല, അതുകൊണ്ട് മൂത്തേന്റെ വീട്ടിൽ ഞാൻ പാല് നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടയാക്കിയിട്ടാണ് എടുത്തിട്ട് വന്നത്. പക്ഷെ എന്റെ കുളിയും വിളക്കെത്തിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ചെറുതായി കട്ടയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ആപ്പിളിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ആപ്പിൾ വെറുതെ കഴിക്കാൻ എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ആപ്പിൾ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മധുരവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പഞ്ചസാര നല്ലോണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ കഷ്ണം കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് നേരം ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. ചെറിയ ചെറിയ കഷ്ണമാക്കുകയാണെങ്കിൽ വേഗം അടിച്ചെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് നല്ല കട്ട പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ അത് അലിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഒരു വലിയ കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ വേഗം തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ടപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം ഷെയ്ക്കിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കട്ടപ്പാൽ തന്നെയാണ്. നമുക്ക് കുളിബാർന്നൊക്കെ തരുമ്പം അങ്ങനെയാണല്ലോ അടിച്ചെടുക്കുന്നത്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്, എനിക്കും അമ്മയ്ക്കും. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു തണുപ്പോടെ തന്നെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.